ഇപ്പോൾ ഇതിനിടയ്ക്ക് ചില കല്ലുകടി വാർത്തകളും വരുന്നുണ്ട്. നേരത്തെ അജിത് പവാറിന്റെ വിഷയം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ്. NCPക്ക് ക്യാബിനറ്റ് പദവി തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. പ്രഫുൽ പട്ടേലിനെ സഹമന്ത്രിയായി NCPക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ മന്ത്രിസ്ഥാനം തന്നെ വേണം. സീറ്റുണ്ട് NCPക്ക് അജിത് പവാർ ബാരാമതി നഷ്ടപ്പെട്ടു, സുപ്രിയ സുലെ കൊണ്ടുപോയി. അപ്പൊ അജിത് പവാറിന് ബാർഗൈനിങ് ശേഷി ഇല്ല. അതൊന്നും അവർ മൈൻഡ് ചെയ്യത്തില്ല. അജിത് പവാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് മൈൻഡ് ചെയ്യുന്ന ശരത് പവാറാണ്. ഈ ശരത് പവാറിന്റെ പിന്നെ വലം കൈ എന്ന് പറയുന്ന ആളായിരുന്നു പ്രഫുൽ പട്ടേൽ. ഈ പറയുന്ന പിന്നെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി വാങ്ങിച്ചു കൊടുക്കുന്നത് ശരത് പവാറാണ്. അങ്ങനെ ശരത് പവാറിന്റെ എന്താ പറയുക ഒരു മനസാക്ഷി എന്ന് പറയാവുന്ന ആളാണ്. ഏറ്റവും അവസാനം അത് മാത്രമല്ല, ശരത് പവാർ ഏറ്റവും ദുഃഖിതനായത് തലേദിവസം രാത്രി മറുകണ്ഠം ചാടുകയാണ് പ്രഫുൽ പട്ടേലെ. അതാണ് അജിത് പവാർ പോകുന്നതിനേക്കാളും ദുഃഖിതനായിരുന്നു. അജിത് പവാർ പറയുന്നത് എന്താണ്? തനിക്കെതിരെയും പ്രഫുൽ പട്ടേലിനെതിരെയും ഒക്കെയുള്ള കേസുകൾ അത് നിലനിന്നാൽ ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് ചോദ്യം ചിഹ്നത്തിലാകും എന്ന് ഭയന്നു പോവുകയാണെന്നൊരു കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ട് പോയെന്നൊരു കഥയുണ്ടായിരുന്നു അക്കാലത്ത്. യാഥാർത്ഥ്യം. അപ്പോൾ ശരത് പവാർ തന്നെ അക്കാര്യം കോൺഗ്രസ് വഴി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. NCP അജിത് പവാർ പക്ഷം ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ബഹിഷ്കരിച്ചേക്കുമെന്ന സൂചനയാണ് വരുന്നത്. NCPക്ക് കടുത്ത അതൃപ്തിയാണ്. അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. ക്യാബിനറ്റ് പദവി തന്നെ വേണം എന്നാണ് അജിത് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രഫുൽ പട്ടേലിനെ സഹമന്ത്രിയായി സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് അജിത് പവാർ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഏക MP സുനിൽ തത്കരെ മാത്രമാണ് NCPക്കുള്ളതെങ്കിലും രാജ്യസഭ വഴി പ്രഫുൽ പട്ടേലിനെ മന്ത്രിസഭയിലേക്ക് എടുക്കണം, കേന്ദ്രമന്ത്രി പദം കൊടുക്കണം, അത് ക്യാബിനറ്റ് പദം വേണമെന്നാണ് ഇപ്പോൾ അജിത് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പം ശരത് കെ ശശി ചേരുന്നു. ശരത് കെ ശശി, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പിലെ കല്ലുകടിയായി മാറുകയാണോ അജിത് പവാർ പക്ഷത്തിന്റെ നിലപാട്? തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇടയില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ അജിത് പവാറിൻ്റെ ഒരു നിലപാട് BJPക്ക് ചെറുതായ ഒരു അസ്വസ്ഥതകളെങ്കിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സൃഷ്ടിക്കുമെന്ന് തന്നെ കണക്കുകൂട്ടാം. ഇപ്പോൾ ഉണ്ണിസാർ അടക്കം ഈ കണക്കുകൾ സൂചിപ്പിച്ചു. MPമാരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അജിത് പവാറിന് ഒരു ക്യാബിനറ്റ് പദവിക്ക് അർഹതയില്ല എന്നത് സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ അജിത് പവാർ മറ്റൊരു കണക്കാണ് പറയുന്നത്. അതായത് 2-3 മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ 2 രാജ്യസഭാ MPമാർ കൂടി NCPക്ക് ലഭിക്കും. നിലവിൽ പ്രഫുൽ പട്ടേൽ രാജ്യസഭാ അംഗമായി ഉണ്ട്. അതുപോലെ തന്നെ റായ്ഗഡിൽ നിന്ന് വിജയിച്ചിട്ടുള്ള സുനിൽ താത്കറയുമുണ്ട്. ആ 2 MPമാർ ഉള്ളപ്പോൾ തന്നെ 3 മാസത്തിനുള്ളിൽ ലഭിക്കാൻ വേണ്ടി പോകുന്ന 2 രാജ്യസഭാ സീറ്റുകൾ. അങ്ങനെയാകുമ്പോൾ ആകെ 4 രാജ്യസഭാ അംഗങ്ങൾ അടക്കം 3 രാജ്യസഭാ അംഗങ്ങൾ, ഒരു ലോക്സഭാ അംഗം, ഇങ്ങനെ 4 MPമാർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്യാബിനറ്റ് പദവിക്ക് അർഹതയുണ്ട്. ആ പദവിക്ക് വേണ്ടി കുറച്ചു കാലം കാത്തിരിക്കാൻ തയ്യാറാണ്. അതായത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നതാണ് അജിത് പവാർ ഇപ്പോൾ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അജിത് പവാർ തുടക്കം മുതൽ തന്നെ പ്രഫുൽ പട്ടേലിന് വേണ്ടിയായിരുന്നു ഈ ഒരു മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത്. പ്രമോഷന് പകരം ഡിമോഷനാണ് ഈ സഹമന്ത്രി സ്ഥാനം നൽകുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് പ്രഫുൽ പട്ടേൽ തന്നെ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ മറ്റെല്ലാ ഘടകകക്ഷികളെയും ഒരുവിധം തൃപ്തിപ്പെടുത്താൻ BJPക്ക് സാധിച്ചെങ്കിലും NCPയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കാര്യമായി ബാധിക്കുന്ന ഒരു വിവാദമായി വളരാനുള്ള സാധ്യതയേ ഇല്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മഹായുതി സഖ്യത്തിൽ അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഒരു NCPയുടെ നിലപാട് കൂടിയാകുമ്പോൾ വരും ദിവസങ്ങളിലും മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ തന്നെ ദേവേന്ദ്ര ഫട്നവിസ് അദ്ദേഹത്തിൻ്റെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അജിത് പവാർ ഇത്തരത്തിലുള്ള ഒരു വിയോജിപ്പുകളൊക്കെ പരസ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യം. തീർച്ചയായും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം BJP അജിത് പവാറിനെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയൂന്നുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരത്ത്. ഞങ്ങൾ തിരിച്ചു വരാം. നോബലും തുടരുക. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ, 41 MLAമാരാണ് ശരത് പവാർ അജിത് പവാറിന് മഹാരാഷ്ട്രയിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്ന് മാത്രമല്ല, ഈ 44 MLAമാർ പിന്തുണ പിൻവലിച്ചാൽ ഫട്നവിസ് വീണ്ടും ഏകനാഥ് ഷിൻഡെ സർക്കാർ താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. നമ്പർ 1. നമ്പർ 2, മറ്റൊരു കണക്ക് രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ലോക്സഭയിൽ ശരിയാണ്, തർക്കരെ മാത്രമേ ജയിച്ചുള്ളൂ, ഒരു MP ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പ്രഫുൽ പട്ടേലുണ്ട്,
രാജ്യസഭ എം പിയാണ്. ഇനി നിയമസഭയിൽ വരാൻ പോകുന്ന ഒഴിവിൽ 2 മന്ത്രി എം പിമാരെ കൂടി രാജ്യസഭയിലേക്ക് അയക്കാം. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ രാജ്യസഭ എം പിമാരുടെ എണ്ണം കൂടും. അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ NCP അജിത് പവാർ പക്ഷം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് നേരെക്കുറെ തീർച്ചയായും അത് തീർച്ചയായും മാത്രമല്ല അത്തരം ഒരു പ്രതിഷേധത്തിലേക്കൊന്നും അജിത് പവാർ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ചില ഈ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് കിട്ടിയിരിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഒറിജിനൽ NCP ആയിട്ട് മഹാരാഷ്ട്രീയൻസ് കാണുന്നത് ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP വിഭാഗത്തെ തന്നെയാണ്. അത്തരം ഒരു സെന്റിമെന്റ്സ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ നേട്ടമല്ലേ NCP അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്, ശരത് പവാറിൻ്റെ NCP ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏക്നാഥ് ഷിൻഡെ ഫട്നവീസ് ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് ഈ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ, സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ, ആ സർക്കാരുമായി ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ ഈ പാർട്ടിയെ ഇൻടാക്റ്റ് ആയിട്ട് എന്തായാലും നിർത്താൻ കഴിയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു ചാൻസും എടുക്കാൻ അജിത് പവാർ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതിഷേധമൊക്കെ വളരെ പെട്ടെന്ന് അടങ്ങും. അദ്ദേഹം പങ്കെടുക്കും ഈ ചടങ്ങിൽ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഈ കാത്തിരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണെന്നേ, കാത്തിരിക്കാനൊക്കെ തയ്യാറാകേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്രയിലുമില്ല, ഡൽഹിയിലുമില്ല.